ദക്ഷിണ കൊറിയയിൽ 25 വർഷത്തെ മിഷണറി പ്രവർത്തനത്തിന്റെ ഭാഗമായി 3 ദശലക്ഷം ഭക്ഷണപ്പൊതി തെരുവിൽ കഴിയുന്നവർക്ക് നൽകിയ ഒരു വൈദികന്റെ ജീവിതം ശ്രദ്ധ നേടുകയാണ്. ഫാദർ വിൻസെൻസോ ബൊറോഡോ OMAയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന അന്നാസ് ഹൗസിന്റെ പ്രവർത്തനങ്ങൾ 25 വർഷം പിന്നിടുന്ന സാഹചര്യത്തിലാണ് ഈ വൈദികന്റെ പ്രവർത്തനങ്ങളും ജീവിതവും ലോക ശ്രദ്ധ ആകർഷിക്കുന്നത്. ഇദ്ദേഹമാണ് ദൈവത്തിന്റെ പാചകക്കാരൻ. ദക്ഷിണ കൊറിയയിലെ സിയോങ്നാം സിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന അന്നാസ് ഹൗസിലാണ് ഈ പാചകക്കാരനെ കാണാൻ സാധിക്കുക. 25 വർഷമായി 3 ദശലക്ഷം നിരാലംബരെയും തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളെയും ഊട്ടിയ കരങ്ങളാണ് ഇദ്ദേഹത്തിൻ്റേത് എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. എങ്കിലും അതിലും അതിശയകരമായ കാര്യം മറ്റൊന്നാണ്. അന്നാസ് ഹൗസിലെ അടുക്കളയിൽ മാത്രമല്ല ഇദ്ദേഹത്തെ കാണാൻ സാധിക്കുക. കുമ്പസാരക്കൂട്ടിലും ദേവാലയത്തിലെ മദ്ബഹയിലും ഇദ്ദേഹത്തെ കാണാൻ സാധിക്കും എന്നതാണ് ഏറെ ശ്രദ്ധേയം. ദൈവത്തിന്റെ ഈ പാചകക്കാരൻ ഒരു വൈദികനാണ്. പേര് ഫാദർ വിൻസെൻസോ ബൊറോഡോ OMI. ഇറ്റാലിയൻ മിഷണറിയായി ദക്ഷിണ കൊറിയയിലെത്തിയ ഇദ്ദേഹം ദക്ഷിണ കൊറിയയുടെ തെരുവുകളിൽ നിസ്സഹായരായി മാറുന്ന മനുഷ്യരുടെ അത്താണിയായി മാറുകയായിരുന്നു. ഒടുവിൽ ദക്ഷിണ കൊറിയയിലെ തന്റെ അജഗണത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചുകൊണ്ട് ദക്ഷിണ കൊറിയൻ പൗരത്വം വരെ ഇദ്ദേഹം സ്വീകരിച്ചു. ദക്ഷിണ കൊറിയയിൽ ഈ പാചകക്കാരൻ അറിയപ്പെടുന്നത് ഫാദർ കിം ഹജോങ് എന്നാണ്. ദക്ഷിണ കൊറിയയിൽ മിഷൻ പ്രവർത്തനത്തിനായി എത്തിയ ഇദ്ദേഹത്തിന് ആ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളിലേക്ക് ദൈവവചനം എത്തിക്കുന്നതോടൊപ്പം അവർക്ക് ഏറെ ആവശ്യമായ അന്നവും കിടപ്പാടവും ഒരുക്കാൻ ഈ വൈദികൻ മുന്നിട്ടിറങ്ങുകയായിരുന്നു. ഇറ്റലിക്കാരനായ ഈ മിഷണറി അതിനായി തുടക്കം കുറിച്ച ഒന്നാണ് അന്നാസ് ഹൗസ്. തെരുവിലെ പാവങ്ങളെ ഊട്ടാൻ ഒരു പറ്റം മനുഷ്യസ്നേഹികളും അച്ഛൻ്റെ ഒപ്പം കൂടി. അവർക്കൊപ്പം വൈദികൻ അങ്ങനെ അടുക്കളയിലെത്തി. വിസ്മയകരമാണ് അച്ഛൻ്റെ പാചക വൈഭവം. പച്ചക്കറികളും മറ്റും അരിയുന്ന രീതി തന്നെ വേറിട്ട ഒരു കാഴ്ചയാണ്. ഇത്തരത്തിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ അച്ഛന് മാത്രമേ സാധിക്കൂ എന്ന് അന്നാസ് ഹൗസിലെ ജീവനക്കാർ പറയുന്നു. അതുകൊണ്ടാകും അദ്ദേഹത്തെ ദൈവത്തിന്റെ പാചകക്കാരനെന്ന് വിളിക്കുന്നത്. ഈ വർഷം ഫാദർ വിൻസെൻസോയ്ക്കും അന്നാസ് ഹൗസിനും ആഹ്ലാദത്തിന്റെയും ആഘോഷത്തിന്റെയും വർഷമാണ്. ദൈവത്തിന്റെ മുറുകെ പിടിച്ച് ഫാദർ വിൻസെൻസോ ആരംഭിച്ച ജീവകാരുണ്യ പ്രവർത്തനം 25 വർഷം പിന്നിടുകയാണ്. 25ാം വാർഷികത്തിൽ കൊറിയൻ സമൂഹത്തെ ഇവിടുത്തെ പാവപ്പെട്ടവരുടെ യഥാർത്ഥ അവസ്ഥയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് ഫാദർ വിൻസെൻസോ മിഷൻ ഞായറുമായി ബന്ധപ്പെട്ട് ഫിദസ് ന്യൂസ് ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. അന്നാസ് ഹൗസിലെ പ്രവർത്തനങ്ങൾക്ക് അടുത്ത കാലത്തായി 50% സർക്കാർ സഹായം ലഭിക്കുന്നതായും ബാക്കി പകുതി വിശ്വാസികൾ സംഭാവന ചെയ്യുന്നതാണെന്നും ഫാദർ വിൻസെൻസോ പറയുന്നു. 1998 മുതൽ 2022 വരെയുള്ള കാലഘട്ടത്തിൽ 3 ദശലക്ഷം ഭക്ഷണപ്പൊതികളാണ് അന്നാസ് ഹൗസ് ദക്ഷിണ കൊറിയൻ തെരുവുകളിൽ നൽകിയത്. അന്നാസ് ഹൗസിന്റെ സേവനങ്ങൾ ലഭ്യമാകുന്നത് നിരാലംബർ, വയോധികർ തുടങ്ങി സമൂഹം പുറന്തള്ളിയവർ ഉൾപ്പെടുമ്പോഴും അതിൽ ഭൂരിഭാഗവും കുട്ടികളാണ് എന്നത് ഞെട്ടിക്കുന്ന ഒരു വസ്തുതയാണ്. 1998 അതായത് അന്നാസ് ഹൗസിന്റെ തുടക്കത്തിൽ മാത്രം ഫാദർ വിൻസെൻസോ 20 കുട്ടികളെ തെരുവിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് സുമനസ്സുകളുടെ സഹായത്തോടെ കൗൺസിലിംഗും വിദ്യാഭ്യാസവും നൽകിയിരുന്നു. തെരുവിൽ അലയുന്നവർക്ക് ഭക്ഷണവും അഭയവും മാത്രമല്ല അവരുടെ ഉന്നമനത്തിനായുള്ള എല്ലാ ശ്രമങ്ങളും അന്നാസ് ഹൗസ് നടത്തിവരുന്നു. ഒരു വൈദികന് അജപാലന പ്രവർത്തനവും ഒരു മിഷണറിക്ക് ഏതൊക്കെ രീതിയിൽ സുവിശേഷ പ്രഘോഷണവും നടത്താം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഫാദർ വിൻസെൻസോ. അന്നാസ് ഹൗസിന്റെ അധികാരി എന്ന നിലയിൽ നേതൃത്വം നൽകുക മാത്രമല്ല ഫാദർ വിൻസെൻസോ ചെയ്യുന്നത്. പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനായി എന്ത് ജോലി ചെയ്യാനും ഫാദർ വിൻസെൻസോ തയ്യാറാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിന ന്യൂസ്.